വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായക നീക്കവുമായി ഗവർണർ. വി.സി. നിയമന നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ നീക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഉപഹർജി സമർപ്പിച്ചു. നിയമനത്തിനുള്ള പാനൽ മുഖ്യമന്ത്രിക്ക് കൈമാറാനാവില്ലെന്നും ഗവർണർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ വി.സി. നിയമനം സംബന്ധിച്ച് നിലവിലെ ഉത്തരവ് പരിഷ്കരിക്കണമെന്നും ഗവർണർ. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എത്രത്തോളം നിർണായകമായ നീക്കമാണ് വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർ നടത്തുന്നത്? രോഹിണി, കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിട്ടുള്ള നിയമ നീക്കമാണ് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ RV അർലേക്കർ നടത്തിയിട്ടുള്ളത്. നിലവിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗവർണറും സർക്കാരും തമ്മിൽ യോജിച്ചുകൊണ്ട് വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കുന്നതിനും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനും തുടർന്ന് പാനൽ രൂപീകരിക്കുന്നതിനുമെല്ലാമുള്ള നിർദ്ദേശങ്ങൾ ആ ഉത്തരവിലുണ്ട്. അതിൽ ചില പരിഷ്കരണങ്ങൾ വേണമെന്നും വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയെ ഒഴിവാക്കണം, ആ നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണം എന്നതുമാണ് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള അപേക്ഷയിന്മേൽ ചൂണ്ടിക്കാട്ടിയത്. അതായത് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് റിട്ടയർഡ് ജഡ്ജ് സുധാൻഷു ധൂലിയ അധ്യക്ഷനായിട്ടുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നു. ശേഷം ഗവർണർ നിർദ്ദേശിക്കുന്ന രണ്ടുപേരും സർക്കാർ നിർദ്ദേശിക്കുന്ന രണ്ടുപേരും UGC പ്രതിനിധിയെയും ഉൾപ്പെടുത്തിയൊരു സെർച്ച് കമ്മിറ്റി, ആ സെർച്ച് കമ്മിറ്റി പാനൽ രൂപീകരിച്ച ശേഷം അത് മുഖ്യമന്ത്രിക്ക് കൈമാറണമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സെർച്ച് കമ്മിറ്റി രൂപീകരണം ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും സർക്കാരിന്റെ മറ്റ് നിർദ്ദേശങ്ങളും ചാൻസലർ അംഗീകരിക്കുകയാണ്. എന്നാൽ പാനൽ രൂപീകരിച്ചത് മുഖ്യമന്ത്രിക്ക് കൈമാറേണ്ടതില്ല. ഈ നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണം, രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകരുത്. പാനൽ രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ പാനലിലുള്ള എല്ലാവരും വൈസ് ചാൻസലറാകാൻ യോഗ്യതയുള്ളവരാണ്. അവരിൽ നിന്ന് ആരെ വൈസ് ചാൻസലറായി നിയമിക്കണം എന്നുള്ളത് ചാൻസലറുടെ വിവേചനാധികാരമാണ്. അത് ചാൻസലർ ഉപയോഗപ്പെടുത്തണം. മുഖ്യമന്ത്രിയെ ഈ നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർണായകമായിട്ടുള്ള ആവശ്യമാണ് സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് ചാൻസലറായിട്ടുള്ള ഗവർണർ RV അർലേക്കർ കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ സമവായത്തിലൂടെ വൈസ് ചാൻസലർമാരെ നിയമിക്കണം, അതിൽ സമയവൈക്കം ഉണ്ടാകരുത് എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ സർവകലാശാലകളിലെ രാഷ്ട്രീയ ഇടപെടലുകൾ, പ്രത്യേകിച്ച് സർവകലാശാലകൾ നിയന്ത്രിക്കുന്ന വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ ഒഴിവാക്കാനുള്ള നിർണായകമായിട്ടുള്ള നീക്കമാണ് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് ഈ ഹർജി അല്ലെങ്കിൽ ഗവർണറുടെ അപേക്ഷ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഹർജിയിന്മേൽ സുപ്രീം കോടതി നടപടി ഏത് രീതിയിലുണ്ടാകും, വാദം നടക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം വീണ്ടും സുപ്രീം കോടതിക്ക് മുൻപാകെ ഉന്നയിക്കും എന്നുള്ളതെല്ലാം ഏറെ നിർണായകമാകും. ഏതായാലും ഒരു 5 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം, അതിൽ റിട്ടയർഡ് ജഡ്ജ് സുധാൻഷു ധൂലിയ അധ്യക്ഷനാകാനുള്ള ബാക്കി എല്ലാ നിർദ്ദേശങ്ങളും ചാൻസലർ അംഗീകരിക്കുകയാണ്. ഒപ്പം ഈ ഹർജിയിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സെർച്ച് കമ്മിറ്റിയിൽ UGC അംഗത്തെ നിർബന്ധമാക്കണം എന്നുള്ളതാണ്. ഗവർണറും സർക്കാരും നിർദ്ദേശിക്കുന്ന അംഗങ്ങളോടൊപ്പം തന്നെ UGC അംഗത്തെ നിർബന്ധമായും സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ പൂർണ്ണമായും ഒഴിവാക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് ചാൻസലർ എത്തിച്ചിട്ടുള്ളത്.